Hello guys, welcome back to Free Fire Maths Part 23. Yes, ഇത് ചെറിയൊരു വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ആദ്യം തന്നെ ലോൺ വൂൾഫ് എടുത്തിട്ടുണ്ട് എപ്പോഴത്തെ പോലെ. ഇപ്പം ഏറ്റവും ലോൺ വൂൾഫാണ് ഗൈസ്. ഇപ്പം നമുക്ക് ടീമേറ്റ് ഉണ്ട്. കഴിഞ്ഞാണ് ഒറ്റയ്ക്കായിരുന്നു. ഇതിൻ്റെ ഈ സ്കിൽ ആക്ടിവിറ്റി എന്നൊന്ന് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതും കൂടെ കമൻറ്റ് ചെയ്യുക. അമ്മച്ചി ഇതാ കാലമാടൻ. ചവ അടിച്ചിട്ടായിരുന്നു ടീമേറ്റ്. ഇത് ഗൺ റീലോഡ് ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ കളിക്കാന്ന്. എൻ്റെ ഇത് സ്മൂത്തല്ല. ഇവിടെ ഒന്നും അനങ്ങി നിൽക്കുന്നുണ്ട്. ടീമേറ്റിൻ്റെ അടുത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ട് ചെല്ലുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീമേറ്റ് ഒരു തീരുമാനമായെന്ന് തോന്നുന്നു. ഉള്ളിയുണ്ട് പുറത്തുവരും. അതെങ്ങനെ എന്നെ അടിച്ച് ജയിച്ചു. 1 പോയിന്റ്സ് ആയിട്ടുണ്ട്. എൻ്റെ ടീമേറ്റ് ഡെസേർട്ടുകൾ പിന്നെ M1887 ഇത് വിളിക്കാൻ ചാൻസ് ഉണ്ട്. ലോങ് ആണ് ഈ ഡെസേർട്ട്, അടുത്താണ് ഈ ഷോട്ട്. ഇവിടെ മണ്ടയ്ക്ക് കയറി കുന്നിരിക്കുന്നതാണ്. അതാണല്ല തന്നെ ഓട്ടോമാറ്റിക് ഇംഗ്ലീഷിൽ കാണുന്നില്ല. എൻ്റെ ടീമേറ്റിനെ വെടിയിച്ച് നല്ലൊരു അടി കൊടുത്തിട്ടുണ്ട്. അവ ഇനി പൊങ്ങൂല. എൻ്റെ അവനെ എൻ്റെ ടീമേറ്റ് കൊന്നു. അവർ ഫ്രണ്ട് ആക്കാൻ ട്രൈ ചെയ്യും. ഇതുവരെ ആരും ഫ്രണ്ട് ആയിട്ടില്ല. എന്നാലും ഒരു ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കാണിച്ചു കൊടുക്കും. അതൊക്കെ അവൻ ചെയ്യുമായിരിക്കും. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. അവൻ ഇരിക്കുന്നു. ഓടാ മോനെ ഇരുന്നിട്ട് ചതിയാണെന്നല്ല എൻ്റെ ടീമേറ്റ് എന്തൊക്കെയോ പരിഗണിച്ചു. ടീമേറ്റ് കാരണം ഇരുന്നിരുന്ന് കാണിക്കാം. എങ്ങാണോ എന്നെ വെടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പൊട്ടിക്കാം. എൻ്റെ ഊഹം ശരിയാണ്. FF നൈഫ് എടുക്കും എന്തായാലും. അല്ല, എടുത്തില്ല, തെറ്റി. AC80 ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാവുമെന്തോ. നമുക്ക് ഈ വഴി നോക്കാം. ഇരുന്നിരുന്ന് കാണിച്ച്
ഒട്ടോ അവ അടിച്ച്. അയ്യോ അവൻ ഫ്രണ്ട് ആയതായിരുന്നു. ഞാൻ അറിയാൻ ഒരു അടി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഡാമേജ് ആയി, അവൻ ഡെഡായി. ശരിയോ കാരണം പൊട്ടൻ ഈ ഇവനെ ഞാൻ രക്ഷിക്കത്തില്ല. ഇവൻ ചാവണിയൊന്നും ചാവട്ടെ. നല്ലൊരുത്തര ഫ്രണ്ട് ആയപ്പം മനുഷ്യൻ്റെ പറയുന്നില്ല. ഫ്രണ്ടാക്ക. എന്നെ അടിച്ചിട്ടാ എന്നിട്ട് അവൻ്റെ ടീമേറ്റിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് കളിക്കുന്നു. കാരണം വല്ലതും ചെയ്താ മോനെ കളി മാറും ഗൈസ്. FF9 എന്നെ പിടിച്ചോണ്ട് കളിക്കാം. ഇപ്പം എൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ വെപ്പൺ മാറ്റി ആ സെക്കൻഡ് അടിക്കാം. എന്നെ അടിച്ച് ഇത് FF9 നടന്നില്ല. ഈ സോമാർക്ക് എന്നെ ഫ്രണ്ട് ആവണ്ട. പൊളിച്ചാൽ മതി. പൊളിച്ചാൽ മാത്രം മതി. ഞാൻ അന്ന് പണ്ട് കുറേ പേരെ ഇങ്ങനെ ഫ്രണ്ടാക്കാൻ നോക്കിയിട്ട് ഞാനത് സമ്മതിച്ചിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല. എന്നെ കൊന്നു. അന്നേരം FF9 വെച്ച് കളിച്ചാൽ മതിയായിരുന്നു. വിക്ടറി ആയില്ല. ഇനിയുണ്ട്. ഇനി അടുത്തുണ്ട്. ഇവൻ ചാടി. ഇത് വലിയൊരു പ്ലെയറാണ്. അടിച്ച് നമ്മുടെ ആവശ്യമെല്ലാം തീർന്നു. ഒന്നുകൂടെ കളിക്കാം. ഇനി എങ്ങാനും ഫ്രണ്ട് ആയാലോ ആവുമായിരിക്കും ചിലപ്പം. ഈ ഓറിയോണല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ക്യാരക്ടറിനെ മേടിക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. അന്നേരത്തെ ഗെയിം സ്റ്റാർട്ടായി. എനിക്ക് എന്തെടുക്കണമെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. ഇത് മതിയായിരിക്കും. ബ്ലാസ്റ്റ് ഇരുന്ന് കാണിച്ചു നോക്കിയാലോ. ഇരുന്നിട്ടൊന്നും വേണ്ടേ? ഇരുന്നിട്ട് ന്യൂ പ്ലെയറാണ്. ഇതൊന്നും കുഴപ്പമില്ല, നമുക്കത് ഫില്ല് ചെയ്യാം. പുതിയ പ്ലെയറാണ്. ഗെയിം സെറ്റായി. എന്നെ അടിച്ച് ഹെഡ് റീപ്പർ. പൊളി. ചത്ത്. ഏതോ ഒരു ടീമാണ് ഈ കളിക്ക് ആ ടീം കാണിക്കുന്ന. അതൊന്നും നമ്മളെ കളിയാക്കിയ രീതിയാണെന്നാണ് എൻ്റെ ഒരിത്. M500 വലിയ കളിക്കാരൊന്നുമല്ല. ഓഗ് എടുക്കുന്നത് ഇത് വെച്ചാണോ കളിക്കുന്നത്? ഈ വൃത്തിയായിട്ട ഗണ്ണ് ഞാൻ തോക്കാൻ ചോദിച്ചു. എനിക്ക് ഈ ഗണ്ണ് വെച്ച് കളിക്കാൻ ഒട്ടും അറിയില്ല. ഡെഡായിട്ടുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെയാ? അത് വർക്കൗട്ടായില്ലല്ലോ. ഒന്ന് മിഷൻ സക്സസ്ഫുള്ളി ഫെയിൽ. എൻ്റെ ടീമേറ്റിൻ്റെ കൂടെ ഇടുന്നതുകൊണ്ടാ ഇങ്ങനെ വെടിയിരിക്കാം. ടീമേറ്റേ എൻ്റെ കൂടെ വരാം. ടീമേറ്റ് എന്തേ?
പുതിയ പ്ലെയറാ പഴയതല്ല. അപ്പൊ എങ്ങനെ വന്ന് എന്നെ അടിച്ചത്? എൻ്റെ ടീമേറ്റ് പൊട്ടി 8 നിലയെ പൊട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ചത്ത് ബ്രോ. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതേതോ ശരിക്കുള്ള ഒരു പ്ലെയറാ. ഈ പ്ലെയർ അല്ല, അത് വേറെ ഏതോ. നല്ല സ്പോട്ടിട്ട് വല്ല ഇരുന്നാണ് മെട്ടടിച്ചാൽ പോരാ മോനെ. ഈ കളിയാണ് ലാസ്റ്റ്. പക്ഷെ ഇത് കേരളയോ? കേരള അത് നിങ്ങൾ ശ്രദ്ധിച്ചാ? ഇപ്പം മലയാളിയുണ്ട്. ഓപ്പണൻ്റെ മലയാളിയാ. ഓപ്പണൻ്റെ മലയാളിയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാമെങ്കിൽ. ആ മലയാളിയിലാണെന്ന് തോന്നുന്നു ഡെഡായത്. എനിക്ക് ഹെൽത്തില്ല, ഹെൽത്ത് അറിയട്ടെ. വരുന്നു എന്നെ അടിച്ചു. ഇതല്ല മലയാളി എന്ന് പറഞ്ഞ. ഈ കളിക്ക് ജയിക്കണേ മോനെ. ജയിക്ക്. എടാ അവൻ മെട്ടടിക്കും. വേഗം പോയി കളിച്ചോ. എന്നെ കൊണ്ട് സാധിക്കും മോനെ. ഒറ്റ പോയിട്ട് നേടിയിരിക്കുന്നു. 1v1 അവനും മോനെ പൊളി. ഇത്തവണ നന്നായിട്ട് ഓർത്തിൻ്റെ എങ്കിലും തലച്ചോറ് തെറിപ്പിക്കണം. ദാറ്റ്സ് മൈ ടാർഗറ്റ് ബ്രോ. ഡാർക്ക് ഡാർക്കായി. അമ്മ വരുന്നുണ്ട്. ഒരു ടീമേറ്റ് വരച്ചോ. പെട്ട് ഇങ്ങനത്തുള്ള കളിയാണ്. ആ പോയേ കൈത് പോയേ. ഇതെന്തുവാ? എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വേണ്ട. എനിക്ക് ഞങ്ങളിവിടെ കളിച്ചവന്മാരുടെ കണ്ട SB കേരള P90 കണ്ട. അവൻ കേരള മലയാളിയാ. അത് എൻ്റെ സബ്സ്ക്രൈബർ തന്നെയാണോ എന്നും അറിയില്ല. ഇതാണ് ലാസ്റ്റ് കളി. ഈ കളി ജയിക്കും. ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യും. പിന്നെ നാളെ ചിലപ്പോൾ വീഡിയോ എടുത്തോളൂ. ചാൻസ് വന്നാലും പിന്നെ നാളെ വന്നാലും ഇല്ലെങ്കിലും കുറേ പിന്നെ ഒരു 5-6 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂൾ തുറന്നിട്ട് സാറ്റർഡേ സൺഡേ എന്നാൽ വീട്ടിൽ കാണുമല്ലോ എടുത്തിട്ട് കുറേ ദിവസം. ലോങ് നന്നായിട്ട് ഞാൻ കൊടുത്ത് ശരിക്കും ഡാമ കിട്ടിയത്. അല്ല അതിന് വേണ്ടിയില്ല. മൂക്കവും എടുത്താല. ഇതെടുക്കുക, ഇങ്ങനെ വയ്ക്കുക, ഓങ്ങി എന്ന് കണ്ണു അടിച്ചെന്ന് കൂട്ടടിക്കുക. ഇതാണ് വേണ്ടത് ഗൈസ്. അത്രേ ഉള്ളൂ. റിവഞ്ചാണ് ഗൈസ്. ഓറിയോൻ്റെ കൈ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു കൈ ഉണ്ടോ മോനെ എബിലിറ്റി മാത്രം
വർക്കാവുന്നില്ല. എന്ത് തന്നെയാണെന്ന് അറിയില്ല. തോണ്ടായിരുന്നു കയറി പോലെ കല്ലടാ പറഞ്ഞ. എന്നെ കൊന്ന് അവനും ചത്ത്. എൻ്റെ ടീമേറ്റ് ബാറ്റിൽ എല്ലാവരും തീർത്ത്. അത് പൊളിച്ചു. ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കാൻ പറ്റില്ലേ? ഇങ്ങനെ നെക്കി പിടിച്ചോണ്ട് ശ്രദ്ധിച്ചില്ല. ഇപ്പം സൈഡിൽ നിന്നായിരിക്കും അവന്മാർ വരുന്നത്. കൊണ്ടുവരുന്നു അവിടെ സൈഡ് അതൊരു അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. അവർ ഒരേ ഇനി തൊട്ട് ഞാൻ കഴിയാൻ ഒരാൾ ഒരു സൈഡിൽ അടുപ്പിച്ച് കളിച്ചാൽ അടി സീൻ മരണമാസ്. നിങ്ങൾ കണ്ടായിരുന്ന മരണമാസ് സിനിമ? നോണ്ട വരുന്നത് എന്തോന്നോട് ഇരിക്കുവാണ് മച്ചാ. ചത്ത് ബ്രോ, ഇനി ഒന്നും ചെയ്യണ്ട. ചത്ത് കൊടുക്കും. അവൻ ഹീലടിക്കുന്നത് ബ്രോ. ആ പോയി. ഇനി ഒന്നും പറഞ്ഞിട്ട് കയറിയില്ല. അവനെ അടിച്ച് കയറാൻ കൊന്നു. അത്രേ ഉള്ളൂ. കറക്റ്റായിട്ട് അവൻ നന്നായിട്ട് കളിച്ചു. ക്ലാപ്പ് കൊടുക്കാം. അതൊക്കെ മതി. അവര് ഒപ്പടൻ്റെ ഹിന്ദിക്കാരൻ. എനിക്കൊന്ന് അവർ രണ്ടുപേരും ഹിന്ദിക്കാരായിരിക്കും. അതായിരിക്കും അവർ ചാറ്റ് ചെയ്ത് രണ്ട് സൈഡിൽ നിന്ന് വന്നു. അല്ലെങ്കിൽ ഞാൻ ചെയ്ത കണക്കല്ലാതെ വല്ലതും വന്നായിരിക്കും. തോംസണും P90 അപ്പോൾ ഞാൻ P90 ഇടുക. ദാറ്റ്സ് ദ മൈൻഡ് ഗൈസ്. ഒരേ സൈഡിൽ നിന്ന് വന്നു. ഇതിനത് മനസ്സിലായി. എല്ലാവരും എൻ്റെ HP വന്നപ്പോൾ മനസ്സിലായി. ഞാനും തോംസൺ എടുക്കാം ഗൈസ്. ഇനി അവന്മാർ വന്നു. നീ ആ വഴി പോ. Maybe this way. ടീമേറ്റ് ചേർത്താ അത് ഹെഡായിരുന്നു. പിന്നല്ലേ ഒരെണ്ണത്തിൻ്റെ തല തന്നെ അടിച്ചെന്ന് കീറിയെന്ന് വിട്ടേ. അടിച്ച് കീറി വിട്ട്. ഈ വീഡിയോ ഒന്ന് എൻഡ് ചെയ്താലോ? അറ്റ്ലീസ്റ്റ് നമുക്ക് 1v സോളോ കളിക്കാം. ബൂക്കോങ് ഇതിൻ്റെ അകത്തൊന്നും ഇത് എപ്പോഴും ഉള്ള ഫ്രീ ഫയർ. നമ്മൾ ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നൊരു ആലോചന വേണം. ഇവിടെ ഒളിച്ചിരിക്കും. നമുക്ക് ഇവിടെ കയറി ഒളിച്ചിരിക്കാം. അത് ബോട്ടാണോ? അല്ല, ഡെസേർട്ട് ഈക്കളോ? UMB പൊളി അൽപ്പൊളി. എന്ത് തോണ്ട അത് സിമ്പിളായിട്ട് അവനെ കൊന്നു. സിമ്പിളെന്ന് പറയാൻ പറ്റത്തില്ല. സിമ്പിളെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഉണ്ട്. അതവൻ ട്രാപ്പ് ഇട്ടിട്ട് വെയിറ്റ് ആയിരിക്കും. വേറെ സി പെട്ടെ സർപ്രൈസ് അറ്റാക്ക്. എനിക്കൊരു സർപ്രൈസ് അറ്റാക്ക് ഇല്ല. തലയ്ക്ക് കുറേ ഇപ്പം പൊട്ടിച്ച് എൻ്റെ ആണല്ലേ.
FF നൈഫ് എടുത്തേക്കാം. പറാഫാൽ. ഇവിടെ ഇന്ന് നന്നായിട്ട് അടിക്കുകയാണ് ഗൈസ്. വേണ്ട. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഉണ്ട്. അവനങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി. അവൻ എന്നെ കൊന്ന്. ഞാൻ അവൻ എണ്ണതൊന്നും കൊണ്ടില്ല. അവൻ്റെ ദേഹത്തൂടെയൊക്കെ കയറുന്നുണ്ട്. ഇത് ഷോർട്ട് വീഡിയോ ആയില്ല, കുറച്ച് ലോങ് ആയിപ്പോയി. കുഴപ്പമില്ല. ഈ കളി തോറ്റാലും ജയിച്ചാലും ഈ വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യാം. ദാറ്റ്സ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. തോണ്ടായിരുന്നു കാലപാട്. കാല് അത് കണ്ട, അത് അവനെ കൊള്ളണ്ടയാണ്. ചീറ്റി അൾട്ടിമേറ്റ് ചീറ്റിങ്. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഈശോത്ത് ഒരു അൾട്ടിമേറ്റ് ചീറ്റിംഗ് ആണ്. എനിക്ക് ദേഷ്യം വരുന്ന. ഇത് അവൻ ഏത് കാരണം എടുത്ത് വുഡ്പെക്കറാ. അവൻ അവിടെ നിന്ന് തലമണ്ട അടിച്ചു കുടിക്കാൻ നല്ല പ്ലാനിട്ട് വെച്ചേക്കുന്നതാണ്. റീലോഡി ചെക്കാം. തലയ്ക്ക് ഞാൻ അതുകൊണ്ടാണ് പൊക്കി വെച്ചത്. ഒരെണ്ണം തലയ്ക്കുണ്ടല്ലോ. അതുകൊണ്ട് ഗൈസ് നമുക്ക് ഈ സ്കോപ്പ് ഇങ്ങനെ എയിം ചെയ്തിട്ട് വെക്കായിരുന്നു. ഞാൻ എയിം ചെയ്തില്ല. ഇങ്ങനെ പൊക്കി അടിക്കാനോ. തോണ്ടായിരുന്നു. അതവനുണ്ട്. എനിക്ക് അവൻ്റെ ഹെഡ് അടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അത് ഫ്രണ്ടാക്കാൻ വേണ്ടിയാണോ? അപ്പോൾ അത് ഫ്രണ്ടാക്കുന്നത് എങ്ങനെയല്ലല്ലോ. തോംസൺ വെച്ച് കളി. തോംസൺ അല്ല, ഈ തന്നെ വെച്ച് M10. തോണ്ട വന്നിട്ട് തിരിച്ചു പോയി. എനിക്കൊന്നാ ഈ വഴി കാണാൻ വരുന്ന. മോനെന്തേ? നമുക്ക് കയറണോ? തോണ്ട കണ്ടു. അതെനിക്ക് നന്നായിട്ട് ഹെഡ് ഷോട്ടായിരുന്നു. ഇരുന്നുകൊണ്ട് ഞാനൊന്ന് അടിച്ചു നോക്കാം. ഒരു കളി നമ്മൾ ജയിച്ചാൽ കളി ജയിച്ച് ഇങ്ങനെ വേണം പറയാം. മോയിക്കുന്നു ബ്രോ. ഒളിച്ച് കളിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്നു. ഇപ്പം വരും. അതവനെ ഡാമേജ് കിട്ടി. അവസാന നിമിഷം തോറ്റു കൊടുക്കത്തില്ല. ഞാൻ ആ ടൈപ്പല്ലേ. ആ ടൈപ്പ് ഒട്ടുമില്ല. അവസാന നിമിഷം തോറ്റു കൊടുക്കത്തില്ല. നമ്മുടെ സ്വന്തം P90 തന്നെ എടുത്തിട്ടുണ്ട്. അവസാന നിമിഷം തോക്കാതിരിക്കും. വരുന്നു. അയ്യോ
അയ്യോ അയ്യോ, ഏത് വഴി വരും ദൈവത്തിനറിയാം. തോണ്ട് വരുന്നു. കൊന്നു 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 എങ്ങനെയൊക്കെ കൊന്നു. പിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇരുന്നവരെ എല്ലാവർക്കും ബൈ.